അടുത്ത വീട്ടിലെ കലച്ചേച്ചിയെ ടൗണിൽ പോകാൻ വേണ്ടി വിളിക്കാൻ ചെന്നതാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ചേച്ചിയുടെ വീട്ടിൽ ആളും അനക്കവും ഇല്ല. ജനലിൻ്റെ കട്ടൻ മാറ്റി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആളും കണ്ടു, അനക്കവും കണ്ടു. ചേച്ചിയൊന്നും കണ്ടില്ലെന്ന് അവൾ വിചാരിച്ചു. പക്ഷേ അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അവളെ തേടി വന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞ രഹസ്യങ്ങളുടെ കെട്ടുകൾ അഴിഞ്ഞു വീണപ്പോഴാണ് പ്രീതിക്ക് ചേച്ചിയെ മാതൃകയാക്കാനുള്ള വക ഉണ്ടെന്ന് തോന്നുന്നത്. സ്വന്തം വീട്ടിൽ തന്നെ റിസോഴ്സ് കണ്ടെത്തി കൊടുക്കാൻ മിടുക്കിയായിരുന്നു കലച്ചേച്ചി എന്നവൾക്ക് മനസ്സിലായി. ആ കഥയിലേക്ക് നമുക്കൊന്ന് കടക്കാം. മാഡം, എൻ്റെ പേര് പ്രീതി. യഥാർത്ഥ പേരല്ല. എനിക്ക് 28 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി. ഇപ്പോൾ 2 വയസ്സുള്ള ഒരു മോനുണ്ട്. എൻ്റെ അമ്മായിമ്മയും അമ്മായിച്ചനും ഇവിടെയുണ്ട്. അവർ കുട്ടിയെ നന്നായി നോക്കിക്കോളും. അതുകൊണ്ട് ഈ അടുത്ത കാലത്തായി ദേഹം ഷേപ്പ് വരുത്താൻ വേണ്ടി ടൗണിൽ ഒരു സുംബ ക്ലാസ്സിൽ ഞാൻ പോകുന്നുണ്ട്. അത് ഡാൻസ് ക്ലാസ് ആണെന്ന് മാഡത്തിന് അറിയാമല്ലോ. ഏകദേശം 1 മണിക്കൂറോളമുണ്ട്. 3 ദിവസങ്ങളിലാണ്. ഒന്നിനൊട്ട ദിവസങ്ങളിൽ, അങ്ങനെ ആഴ്ചയിൽ 3 ക്ലാസ്. ഉച്ച കഴിഞ്ഞാണ് ഞാൻ പോകുന്നത്. തൊട്ടപ്പുറത്തെ വീട്ടിലെ കലച്ചേച്ചിയാണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. പുള്ളിക്കാരിയുടെ ഭർത്താവ് ഗൾഫിലാണ്. 2 മക്കളുണ്ട്. പക്ഷേ മക്കളൊക്കെ പുറത്ത് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. കൂടെ നിർത്തി പഠിപ്പിക്കാൻ ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞത്. പണമുള്ളത് കൊണ്ട് അതൊക്കെ നടക്കും. എൻ്റെ ഹസ്ബൻഡ് ഒരു സ്വകാര്യ സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വരാൻ ലേറ്റ് ആകും. പക്ഷേ നല്ല വരുമാനമൊക്കെ ഉണ്ട്. എൻ്റെ ഒരു കാര്യത്തിനും തടസ്സം നിൽക്കില്ല. പക്ഷേ ഒന്നിച്ചുള്ള യാത്ര വളരെ കുറവാണ്. എന്നാൽ രാത്രി കറക്റ്റ് സമയത്ത് ഹാജരാകും. ഞാൻ എപ്പോഴും ഉറക്ക ഗുളിക പോലെയാണെന്നാണ് അദ്ദേഹം പറയുക. അദ്ദേഹത്തിന് എൻ്റെ അടുത്ത് വന്നാലേ ഒരു ശാന്തി കിട്ടൂ, ഉറക്കം കിട്ടൂ. അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. എൻ്റെ സൗന്ദര്യത്തിൽ എനിക്ക് പണ്ട് അഭിമാനമുണ്ട്. ഭർത്താവിന് അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ എനിക്കും സന്തോഷം. ഒരു കുറവും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വരുത്താറില്ല. സൂപ്പറായി പോകുന്ന ഒരു ദാമ്പത്യമാണ്. പിന്നെ അപ്പുറത്ത് കലച്ചേച്ചി ഇടയ്ക്കിടയ്ക്ക് സ്വന്തം ഭർത്താവിനെ പഴിക്കും. ഓ, അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായേനെ. വില PC എഴുതി ഇവിടെങ്ങാണ് ജോലിയും കിട്ടിയാൽ മതിയായിരുന്നു. അതിന് പകരം അങ്ങേരെ എവിടെയോ പോയി കിടക്കുന്നു. വർഷങ്ങളായിട്ട് ഗൾഫിൽ തന്നെ എങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എടീ, ഇതിലൊക്കെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താ ചേച്ചി? അല്ല, ഈ ഗൾഫിൽ പോയ ഭർത്താക്കന്മാരൊന്നും തിരിച്ചു വരാൻ മടിക്കുന്നത് എന്താ? അതിൽ എന്തോ ഒരു ഗുഡൻസ് ഇല്ലേ? അത് പിന്നെ ഭാര്യമാരല്ലേ പറഞ്ഞത്. ഭർത്താക്കന്മാർ ഗൾഫിൽ നിന്നു, ഗൾഫ് ഭർത്താവാണ് എനിക്കിഷ്ടമെന്ന്. അങ്ങനെയൊക്കെയാണെങ്കിലും അവർക്കവിടെ വേറെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അതെന്താ ചേച്ചി അങ്ങനെ? നിനക്കൊന്നും അറിയില്ല. നിൻ്റെ ഭർത്താവ് ഇവിടെ അല്ലേ ജോലി ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങ് വരും. അപ്പോൾ നിൻ്റെ കാര്യങ്ങളൊക്കെ കുശാലാണ്. ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾ അങ്ങ് അനുഭവിക്കുകയാണ്. എടീ, ആണുങ്ങൾക്ക് വിദേശ രാജ്യത്ത് സുഖമാണ്. അവർക്ക് കുറച്ച് പൈസ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറങ്ങി നടന്നാലില്ലേ ഇഷ്ടംപോലെ സുഹൃത്തുക്കളെ കിട്ടും. അവർ എന്തെല്ലാം കാണിക്കുന്നുണ്ടെന്ന് ആർക്കറിയാം? ഏതെല്ലാം രാജ്യക്കാരായ പെണ്ണുങ്ങളുണ്ടെന്ന് അറിയാമോ? അവർക്ക് ചാകരയാണ്. വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ ഭർത്താവിനിങ്ങനെ ഓർത്തിരിക്കും. അങ്ങനെ പറയരുത്. കാര്യം മിക്കവാറും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗൾഫിലുള്ളവരുടെ ഭാര്യമാരാണെന്ന് ഒരു കേട്ടുകേഴ്വിയുണ്ട്. അപ്പോൾ ഞാനും പ്രശ്നക്കാരിയാണെന്നാണോ പറഞ്ഞത്? എൻ്റെ പൊന്നു ചേച്ചി, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പൊതുവെ പറഞ്ഞതാണ്. പക്ഷേ എല്ലാ സ്ത്രീകളും മോശമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇതൊക്കെ 5-6% ആൾക്കാർ കാണിക്കുന്നതായിരിക്കും. എങ്കിലും പൊതുവെ അങ്ങനെ ഒരു പേരുദോഷമുണ്ടല്ലോ. അപ്പോൾ ഗൾഫിൽ കിടക്കുന്ന ഭർത്താക്കന്മാരെ പറ്റി ഒരു പേരുദോഷമില്ലേ? രാവിലെ വൈകിട്ട് ഫോൺ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഉടക്കുണ്ടാക്കും. എന്നിട്ട് അരി വെച്ചോ കറി വെച്ചോ എന്ന് ചോദിക്കും. ഇത്രയല്ലേ ഉള്ളൂ. അവർക്കാണെങ്കിൽ പറയാൻ പറ്റില്ല. പിന്നെ വിദേശ രാജ്യത്തെ പെണ്ണുങ്ങളുടെ കൂടെ ആയിരിക്കും അവിടെ താമസം. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം? ഒരുത്തനെ വിശ്വസിക്കാൻ പറ്റില്ല. എൻ്റെ ഭർത്താവിനെ എനിക്കൊട്ടും വിശ്വാസമില്ല. പിന്നെ ചേച്ചി എന്തിനാണ് ഇങ്ങനെ അദ്ദേഹത്തിനോട് ജീവിക്കുന്നത്? അങ്ങ് ഡൈവേഴ്സ് ചെയ്തിട്ട് വേറൊരു കല്യാണം കഴിക്കും ചേച്ചി. നല്ലൊരു ചുള്ളനെ. എന്തിനാ ഇനി അവൻ്റെ വാലിരിക്കുന്നൂടെ ഞാൻ കേട്ട് ജീവിക്കാനോ? അപ്പോൾ ചേച്ചിക്ക് മുകളിൽ കൂടെയും പറ്റില്ല, താഴെ കൂടെയും പറ്റില്ല. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊക്കെ എനിക്ക് പറ്റും, എല്ലാം പറ്റുമടി. മുകളിലും പറ്റും, താഴെയും പറ്റും. പക്ഷേ അടങ്ങി ഒതുങ്ങി ഞാൻ ഇരിക്കുന്നത് എൻ്റെ കുടുംബ മഹിമ കൊണ്ടാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി മനസ്സിലായി, നല്ലോണം മനസ്സിലായി. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സംഭാഷണങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു വട്ടം ഉച്ചയായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ടൗൺ വരെ ഒന്ന് പോകണം. ചേച്ചിയെ എപ്പോൾ വിളിച്ചാലും വരുന്ന പതിവുണ്ട്.
അമ്മായിയമ്മ ഇവിടെ ഉണ്ട്. അമ്മായിച്ചനെ കുറേ നേരം കൊണ്ട് കാണുന്നില്ല. ഞങ്ങളുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ചപ്പുറത്ത് മാറി ഒരേക്കർ വസ്തുവുണ്ട്. അവിടെ കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ 3, 4, 5 മണിക്കൂർ കഴിഞ്ഞ് വരികയുള്ളൂ. അമ്മായിമ്മ അത് ശ്രദ്ധിക്കുകയില്ല. കൃഷിയൊക്കെ അമ്മായിച്ചന് നല്ല ഇഷ്ടമാണ്. എൻ്റെ അമ്മായിച്ചൻ നല്ല സരസനായ ഒരു മനുഷ്യനാണ്. തമാശയൊക്കെ പറയും. വെളുത്ത് തൊടുത്തിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിറമാണ് എൻ്റെ ഭർത്താവിനും കിട്ടിയിരിക്കുന്നത്. കണ്ടാൽ ഒരു രാജകലയുള്ള ആളാണ്. അമ്മായിമ്മ പിന്നെ കുറച്ച് വയ്യാകെ ഭാവിച്ച് നടക്കുന്ന ആളാണ്. എന്തായാലും അമ്മായിച്ചൻ അങ്ങനെയല്ല, ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന മനുഷ്യനാണ്. ഉയർന്ന പോസ്റ്റിൽ റിട്ടയർ ആയ ആളായതുകൊണ്ട് നല്ല പെൻഷനുണ്ട്. എനിക്കാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ കൈവച്ച് തരും. മോളെ, നീ ചിലവാക്കിക്കോ. നിൻ്റെ ഭർത്താവ് ഒരു പിശുക്കനാണെന്ന് എനിക്കറിയാവുന്നത്. ശരിയാണ്, എൻ്റെ ഭർത്താവിന് കുറച്ച് പിശുക്കുണ്ട്. ഞാൻ വഴക്കുണ്ടാക്കേണ്ടി വരും. അത് സാരമില്ല, അതിന് പകരമായി അദ്ദേഹം സമ്പാദിക്കുന്നുണ്ട്. അമ്മായിച്ചൻ്റെ പോക്കറ്റ് മണി എനിക്ക് എപ്പോഴും അനുഗ്രഹമാണ്. അമ്മായിമ്മ അതിലൊന്നും തലയിടാറില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മായിച്ചൻ എന്ത് കാണിച്ചാലും എന്ത് ചെയ്താലും അമ്മായിമ്മയ്ക്ക് പ്രത്യേകിച്ച് ഒരഭിപ്രായമില്ല. അമ്മായിമ്മ കുഞ്ഞിനെ നോക്കിയിരിക്കും. അവർക്ക് കുഞ്ഞിൻ്റെ കാര്യം മാത്രമാണ് ചിന്ത. അതിൽ കൂടുതൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എൻ്റെ ഭാഗ്യം വഴക്കോ വക്കാണമോ ഒന്നുമില്ല. എന്തായാലും ഉച്ച കഴിഞ്ഞ് പോകുമ്പോൾ ചേച്ചി വിളിക്കണം. ചേച്ചി വിളിച്ച ചേച്ചി പെട്ടെന്ന് ഒരുങ്ങി വരും. അങ്ങനെയാണല്ലോ, അവിടെയും വലിയ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ ഉച്ച കഴിഞ്ഞ് അങ്ങോട്ടൊന്ന് പോയി. അപ്പോൾ വീട്ടിനുള്ളിൽ ഒരു ശബ്ദവുമില്ല. ചേച്ചി ഉച്ചമയക്കത്തിൽ പൂച്ചക്കുറിഞ്ഞായിട്ട് കിടന്ന് ഉറങ്ങായിരിക്കും. പോകുന്ന കാര്യമൊന്നും ഞാൻ വിളിച്ച് പറഞ്ഞില്ലല്ലോ. ഫോണിൽ വിളിക്കേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും വെറുതെ പോയി ഒന്ന് ഉണർത്തി 2 വാക്കുകളൊക്കെ സംസാരിച്ച് ചേച്ചിയുടെ കുറച്ച് ബെഡായി കഥകളൊക്കെ കേൾക്കാമല്ലോ എന്ന് വെച്ച് ചെന്നതാണ്. എന്തായാലും ബെഡ്റൂമിൻ്റെ അവിടുത്തെ ജനലിൻ്റെ അവിടെ മുട്ടാം. അതായിരിക്കും നല്ലത്. തുറക്കുമ്പോൾ കാണാമല്ലോ, കാര്യങ്ങൾ പറയാം. ചേച്ചി എഴുന്നേറ്റ് ഫ്രഷായിട്ട് ഒരുങ്ങി വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് ചെന്നു. അപ്പോഴുണ്ടാകത്തുനിന്നും എന്ന് കേൾക്കുന്നു. ഞാൻ ഓർത്തു, രാത്രി കിടന്ന് കൂർക്ക വലിക്കുന്നവർ പകലും കിടന്ന് കൂർക്ക വലിക്കുന്നതാണ്. ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? 24 മണിക്കൂർ ഉറക്കവും കൂർക്ക വലിയും. എന്ത് വേണം? പിള്ളേരുണ്ട് ഒരു ഹോസ്റ്റലിൽ. ഭർത്താവ് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അമ്മായച്ചനും അമ്മായമ്മയും ഇല്ല. പിന്നെ കൂടെ ഉള്ളത് സ്വന്തം അമ്മയാണ്. അവരാണെങ്കിൽ വൈകുന്നേരം വരികയുള്ളൂ. എന്തായാലും ഞാൻ ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങനെയല്ല, ഒന്ന് ഒന്ന് എങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കൂർക്കമ്പനിയല്ല എന്ന് തോന്നി. എന്തായാലും കൗതുകം മൂത്ത ഞാൻ പെട്ടെന്ന് ആ ജനലിൻ്റെ അവിടുത്തെ പാളിയൊന്ന് തുറക്കാൻ ശ്രമിച്ചു. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് അത് തുറന്നു വന്നു. അകത്ത് കർട്ടൻ ഇട്ടിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ പതുക്കെ കർട്ടനൊന്ന് മാറ്റി നോക്കി. ഒന്നേ നോക്കിയുള്ളൂ. ആയും ഊയും ഈയും എല്ലാം എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. കാര്യം എൻ്റെ അമ്മായിച്ചനായിരുന്നു അകത്ത്. ആഹാ, കൊള്ളാം. കൃഷിപ്പണിക്ക് പോയ അമ്മായിച്ചൻ ഇവിടെ വന്ന് എന്ത് ചെയ്യുകയാണ്? എന്ത് കൃഷിയാണ് നടത്തുന്നത്? ചേന നടുകയാണോ? ചേമ്പ് നടുകയാണോ? അതോ കപ്പത്തണ്ട് ആഴത്തിൽ കുഴിച്ചു വെക്കുകയാണോ? ഒന്നേ ഞാൻ നോക്കിയുള്ളൂ മാഡം. കണ്ട വഴി ഞാൻ ഓടിയപ്പോൾ എൻ്റെ ഹൃദയം ഇടിക്കുകയായിരുന്നു. ഇവർ തമ്മിൽ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചതല്ല. അവിടെ വന്നിരുന്ന് സാറെന്നൊക്കെ വിളിച്ചാണ് അച്ഛനോട് സംസാരിക്കുക. അങ്ങനെയുള്ളൊരു സ്ത്രീ, അതും അവർ തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഫോർമൽ സംഭാഷണങ്ങളല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ഇങ്ങനെയാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചിന്തിക്കും? ഇതൊക്കെ പോട്ടെ, അക്കം പക്കം എല്ലാവരുമുണ്ട്. അങ്ങനെയുള്ളൊരു പട്ടാപ്പകൽ നേരത്ത് എങ്ങനെയാണിതിന് ധൈര്യം വരിക? ഒരു സ്ഥലത്ത് പണിയെടുക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് പോയ മനുഷ്യനാണ്. അതും ചേച്ചിയാണെങ്കിൽ എന്തെല്ലാം ന്യായവാദങ്ങളാണ് പറയുന്നത്. ഭർത്താവിനെ കുറ്റം പറയുന്നു, ഭർത്താവിൻ്റെ കാമുകമാരെ കുറ്റം പറയുന്നു. അരിയാട്ടാൻ അമ്മിക്കല്ലില്ലാത്ത വീട് എന്ന് പറയുന്ന ചേച്ചി ദേ അരിയാട്ടുന്നു, ദോശയും ചുടുന്നു. അപ്പോൾ ഇവർ വലിയ കള്ളിയാണ്. എല്ലാ മനുഷ്യർക്കും കള്ളത്തരമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലല്ല ആരും. എല്ലാം നിഗൂഢ സ്വഭാവമാണ്. മാഡം, അന്നേ നിമിഷം വരെ എൻ്റെ ഭർത്താവല്ലാതെ മറ്റൊരു പുരുഷനെ പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. അദ്ദേഹത്തിന് യാതൊരു ബന്ധങ്ങളുമില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ അത്രയും നേരം ഞാൻ സംതൃപ്തിയായിരുന്നു. പക്ഷേ ഈ കാഴ്ച കണ്ടതോടുകൂടി എൻ്റെ മനസ്സമാധാനം മുഴുവനും നശിച്ചു. അമ്മായിച്ചനും അമ്മായിയമ്മയും തമ്മിൽ പിണങ്ങും. എൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകും. നാട്ടുകാരറിഞ്ഞ് കുഴപ്പങ്ങളുണ്ടാകും. ഇങ്ങനെയൊന്നുമല്ല ഞാൻ മനസ്സിൽ വിചാരിച്ചത്. എനിക്കാണെങ്കിൽ ചേച്ചിയോടാണ് ദേഷ്യം തോന്നിയത്. കാര്യം അവർ പറഞ്ഞതെന്താ? ഇപ്പോഴത്തെ പ്രവൃത്തി എന്താണ്? അപ്പോൾ അവർക്ക് എന്തുമാകാം. ഞാൻ ഒരിക്കലും
രണ്ടാമതൊരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാതിരുന്നു കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമതൊരെണ്ണം ഉയർന്നു വന്നത് ഞാൻ കണ്ടില്ലേ. എൻ്റെ മനസ്സ് മുഴുവനും ആ രംഗങ്ങളായിരുന്നു. ഒരു നിമിഷമേ കണ്ടുള്ളെങ്കിലും ആഴത്തിൽ പതിഞ്ഞു പോയ ചില രംഗങ്ങൾ. എന്തുകൊണ്ടാണ് എൻ്റെ ഭർത്താവിന് അത്തരം കാര്യങ്ങളിൽ ഒട്ടും താല്പര്യമില്ലാത്തത്? സ്ത്രീ എന്നുള്ള രീതിയിൽ മേൽക്കോയ്മയെടുക്കാൻ, സ്വതന്ത്രമായി പെരുമാറാൻ എൻ്റെ ഭർത്താവ് സമ്മതിക്കാത്തതുപോലെ എനിക്ക് ആ കാഴ്ച കണ്ടപ്പോൾ തോന്നി. കാര്യം അവിടെ എല്ലാം നിയന്ത്രിച്ചിരുന്നത് ചേച്ചിയായിരുന്നു. ചേച്ചി ഉന്മാദിനിയായിരുന്നു. പക്ഷെ ഒരിക്കലും ഉന്മാദത്തിലേക്ക് പോകാൻ എനിക്ക് പറ്റിയിട്ടില്ല. കാര്യം എൻ്റെ ഭർത്താവാണല്ലോ അവിടെ എൻ്റെ കൺട്രോളർ. ഇവിടെ ഇപ്പോൾ പൂത്തുമ്പിയെ പൂക്കുല തുള്ളിക്കുന്ന ചേച്ചിയുടെ കാര്യം ഓർത്തു കഴിഞ്ഞപ്പോഴേക്കും അവർ ഒരസൽ മിടിക്കുകയാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുക? അനധികൃതമായി ഞാൻ പോയി കണ്ട കാര്യമാണ്. അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല. അവർക്കും പറ്റിയ മിസ്റ്റേക്കാണ്. ചിലപ്പോൾ കൊളുത്തിട്ട് കാണില്ല. എന്തായാലും എല്ലാം സേഫാണ്. എൻ്റെ മനസ്സിൽ മാത്രമാണ് കലഹം നടക്കുന്നത്. ആരോടും പറയാൻ പറ്റില്ലല്ലോ. ഇനി കള്ളി എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യട്ടെ. എന്തെങ്കിലും കൂടുതൽ പറയുകയാണെങ്കിൽ തുറന്ന് ഞാനങ്ങ് ചോദിക്കും. കണ്ടു ഞാൻ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അമ്മായിച്ചൻ വന്നു. അങ്ങയുടെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. എന്നോട് വളരെ സ്നേഹത്തിൽ, മോളെ ഇന്ന് അധിക നേരം പറമ്പിൽ നിൽക്കാൻ പറ്റിയില്ല, നല്ല ചൂട്. ഞാൻ മനസ്സിൽ പറഞ്ഞു, ചൂടെടുക്കും, വിയർത്ത് കാണും, ചൂട് അങ്ങേരുടെ എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ ചിരിച്ച് കാണിച്ചു. അച്ഛന് ചായ വേണോ? വേണ്ട മോളെ, ഇനിയിപ്പോൾ ചായ വേണ്ട. അങ്ങേർക്ക് എന്തിനാ ഇപ്പം ചായ? അതിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഞാനും അങ്ങ് ചിന്താവിഷ്ടയായി ശ്യാമളയെ പോലിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോഴുണ്ട് അവിടെ നിന്ന് ചേച്ചി എന്നെ വിളിക്കുന്നു, മതിലിൻ്റെ സൈഡിൽ നിന്നും. മോളെ, എടി മോളെ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ചേച്ചി, നിൻ്റെ കയ്യിൽ നടുവേദനയ്ക്കുള്ള വല്ല ഓയിൻമെൻറ്റുമുണ്ടോ? അയ്യോ ചേച്ചി, ഇല്ല. കാര്യം ഇവിടെ നടുവേദനിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നടുവിന് വേദനയുമില്ല, ഓയിൽമെൻറ്റുമില്ലെന്നും. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ കണ്ണു മുഴിച്ച് അടിമുടിയൊന്ന് നോക്കി. എടീ, കുത്തും കോളും പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. നീ വന്ന് കണ്ടിട്ട് പെട്ടെന്ന് ഓടിപ്പോയല്ലേ. പിടിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് കുറച്ചു നേരം അവിടെ നിൽക്കാൻ വയ്യായിരുന്നു. 10 സെക്കൻഡ് ഒളിഞ്ഞു നോക്കിയിട്ട് പോകുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞു. ഞാനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു, അപ്പോൾ ചേച്ചി കണ്ടല്ലേ? കണ്ടടി. സത്യം പറഞ്ഞാൽ അവിടെ ആരും വരില്ലല്ലോ. അതുകൊണ്ട് ഇതൊന്നും ബന്ധവസാക്കുന്നതിനെ കുറിച്ചിട്ട് ഞാനത്ര ആലോചിച്ചില്ല. പക്ഷേ നീ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ. ഞാനോർത്ത് നീ ക്ലാസ്സിനെ മറ്റോ പോയി കാണുമെന്ന്. എന്നാലും എൻ്റെ കള്ളി, എന്തൊക്കെ കഥകൾ എന്നോട് പറഞ്ഞത്. ഭർത്താവിനെ കുറ്റം പറയുകയായിരുന്നല്ലോ. അങ്ങേരെ പോയെങ്കിൽ നിങ്ങളുടെ സ്വഭാവം കൊണ്ടാ എന്ന് പറഞ്ഞ് ഞാൻ ഓരോന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, അതൊന്നും അല്ലടി കഥ, നീ ഒന്ന് കേൾക്ക്. പറ. എടി, മതിലിലൂടെ നിൽക്കാതെ നമുക്ക് അവിടെ കൂടെ എൻ്റെ വീട്ടിൽ പോകാം. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, കാര്യം ഒരു 1.5 വർഷത്തിന് മുമ്പാണ്. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് എൻ്റെ അമ്മായിച്ചിന് ചില അസുഖങ്ങൾ തുടങ്ങിയത്. ചേച്ചിയെ ആരും കാണാത്ത സമയത്ത് എന്തൊക്കെയോ ദൃഷ്ടാന്തങ്ങൾ എൻ്റെ അമ്മായിച്ചൻ കാണിക്കാൻ തുടങ്ങി, സിഗ്നലുകൾ കൊടുക്കാൻ തുടങ്ങി. പക്ഷേ ചേച്ചി ആദ്യ സമയത്ത് വഴക്കുണ്ടാക്കി ആരും കാണാതെ. സാറൊരു മാനിയല്ലേ, സാറിന് ഇങ്ങനെയുള്ള ദുസ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തൊക്കെയാണ് ഈ കാണിക്കുന്നതും ദൃഷ്ടാന്തം കണ്ട് കൂടെ വരുന്നവളല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ് ചേച്ചി എന്തൊക്കെയോ പറഞ്ഞു. പക്ഷേ തരം കിട്ടുമ്പോഴൊക്കെ ദൃഷ്ടാന്തത്തിലേക്ക് വേരൂന്നാൻ വേണ്ടി അമ്മായിച്ചന് പ്രദർശനങ്ങൾ ഒരുക്കേണ്ടി വന്നു. പക്ഷേ ചേച്ചിയില്ലേ, ആദ്യം ഡിഫൻസ് ചെയ്തെങ്കിലും കണ്ടില്ലേ, എല്ലാ മനുഷ്യർക്കും ഒരു അട്രാക്ഷൻ ഉണ്ടാകുമല്ലോ. പതിവായി കാണുമ്പോൾ പലതും തോന്നുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പതിവായി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചിയുടെ എതിർപ്പുകൾ കുറയാൻ തുടങ്ങി. ഒരു ദിവസം ചേച്ചി പറഞ്ഞു, കാണുക എന്നുള്ളത് വെറും ഒരു മായ കാഴ്ച മാത്രം. പ്രവൃത്തി മണ്ഡലത്തിലേക്ക് പോകാനും പറമ്പിൽ അധ്വാനിക്കുന്നത് പോലെ ഫലഭൂയിഷ്ടമായ എണ്ണപ്പാടത്തിലും അധ്വാനിക്കാൻ തയ്യാറാണെന്ന് ചോദിച്ചു. ചേച്ചിയുടെ സംശയം ഇതായിരുന്നു. കാര്യം സാധാരണ ഇങ്ങനെ പ്രദർശനം ഉള്ള ആളുകൾക്ക് ഒരു താല്പര്യവും കാണില്ല യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾക്ക്. അതുമാത്രമല്ല, യഥാർത്ഥത്തിലുള്ള പല പ്രവർത്തന മണ്ഡലങ്ങളിലും അവർ അമ്പയെ പരാജയപ്പെടുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരാണല്ലോ ഇത്തരം അനാവശ്യമായ കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നത്. എന്തായാലും ആ ദൃഷ്ടാന്തം ചേച്ചിക്ക് ഓർമ്മ വന്നതുകൊണ്ടാണ് ചേച്ചി ചോദിച്ചത്. പക്ഷേ അമ്മായിച്ചൻ പറഞ്ഞു, ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. ചേച്ചി ഓർത്തു, എന്തായാലും ഒരാൾ റീക്വസ്റ്റ് ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും അഭ്യർത്ഥനകൾ അംഗീകരിക്കുക എന്നുള്ളത് സ്ത്രീ സഹജമായ ഒരു മികച്ച സ്വഭാവമാണ്.
അവസരം മുതലാക്കി ചേച്ചി ആദ്യമേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എൻ്റെ ഇഷ്ടമായിരിക്കും അവിടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് പോലെ എൻ്റെ അനുസരണയുള്ള കുഞ്ഞാടായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം എൻ്റെ അടുത്തേക്ക് വന്നാൽ മതിയെന്നും അമ്മായിച്ചന് പരമസന്തോഷം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറയുകയാണ്, എടി പല പുരുഷന്മാർക്കുമില്ലേ സ്ത്രീകളുടെ അടിമയാകാൻ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ ചില ഭർത്താക്കന്മാരില്ലേ, ഭരിക്കുന്ന ഭർത്താക്കന്മാർ, അവർ നമുക്ക് ശരിക്കും സ്യൂട്ടബിൾ അല്ല. പിന്നെ പെണ്ണുങ്ങൾ അയ്യോ എൻ്റെ ഭർത്താവ് ഭരിക്കുന്നല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ ഭർത്താവേ എന്നൊക്കെ ഓർത്ത് അങ്ങ് എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് നമ്മൾ അടിമകളെ പോലെയാകും. എടി മോളെ, വീട്ടുകാർ പറയുന്ന ഏതെങ്കിലും കോന്തന്മാരെയോ അല്ലെങ്കിൽ കരിപ്പൻ ചേട്ടായിമാരെയോ ഒന്നും കല്യാണം കഴിക്കരുത്. കാര്യം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കേണ്ടി വരും. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നറിയാമോ? എല്ലാം അറിയുന്ന, എല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന, പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുന്ന ചില ആളുകളുണ്ടല്ലോ, ചില അടിമക്കണ്ണുകൾ. അതായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അല്ലെങ്കിലേ നമ്മുടെ ജീവിതം കോഞ്ഞാട്ടയാകും. ഇതിപ്പോൾ എനിക്ക് പ്രശ്നങ്ങളില്ല. എൻ്റെ വർഷങ്ങളായുള്ള പ്രശ്നം ഈ അടുത്ത കാലത്താണ് ഒന്ന് തീർന്നു കിട്ടിയത്. അതിന് നിന്നോടും നിൻ്റെ അമ്മായിച്ചനോടും എനിക്കൊത്തിരി നന്ദിയുണ്ട്. എൻ്റെ അമ്മായിച്ചനോട് നന്ദിയുണ്ട്. പക്ഷെ ചേച്ചി എന്തിനാണ് എന്നോട് നന്ദി പറഞ്ഞത്? അതിനും കാരണമുണ്ട് മോളെ. നിൻ്റെ അമ്മായിച്ചന് നിന്നോടുള്ള ഒരു നോട്ടമാണ് എന്നിലേക്ക് കലാശിച്ചത്. നിൻ്റെ അടുത്ത് അങ്ങർക്കൊന്നും ഇറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നതാകും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അച്ഛൻ എന്നോട് ഭയങ്കര വാത്സല്യമാണല്ലോ. വാത്സല്യമല്ലേ മോളെ, ഇതും ഒരുതരം വാത്സല്യമാണ്. പിന്നെ നിൻ്റെ അമ്മായിച്ചൻ എന്നോട് പറഞ്ഞത്, നീ ഏതോ ഡാൻസൊക്കെ പഠിക്കാൻ പോയതിൽ പിന്നെ അത് 3 ദിവസമല്ലേ ഉള്ളൂ ക്ലാസ്. ബാക്കിയുള്ള ദിവസങ്ങളിൽ വൈകുന്നേരമായി കഴിയുമ്പോഴേക്കും കുട്ടി നിക്കറും കുട്ടി ബെന്നിനും ഇട്ട് നീ അരമണിക്കൂർ തുള്ളുകയാണെന്നോ. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളായി. അടക്കാൻ പറ്റാത്തത് കൊണ്ട് പുറത്തിറങ്ങിയപ്പോൾ ഞാനല്ലേ ഇവിടെ നിന്നത്. ദേവസുന്ദരി മോളെ, നിന്നേക്കാൾ സുന്ദരിയില്ലേ ഞാൻ. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഇങ്ങോട്ടിങ്ങ് ഡൈവേർട്ട് ചെയ്തു. കൊള്ളാം ചേച്ചി, പുളുക്കഥയാണെങ്കിൽ ദേവസുന്ദരിയുടെ കഥ കേൾക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. കൊള്ളാം. എടി, നിൻ്റെ അമ്മായിച്ചൻ എന്നോട് അങ്ങനെ പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ നീ നിൻ്റെ അമ്മായിച്ചനോട് ചോദിന്. നീ എവിടെ സുംബായോ മറ്റോ കളിച്ചപ്പോഴാണ് അങ്ങേർക്ക് ഇതെല്ലാം ഇളകിയെന്നാണ് എന്നോട് പറഞ്ഞത്. നിന്നോട് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് പോ ചേച്ചി. ഡാൻസ് കളിച്ചപ്പോൾ ഞാനാണെങ്കിൽ നല്ല എക്സസൈസ് ചെയ്യല്ലേ ചെയ്തത്. അതൊക്കെ മതി മോളെ. ആകെ കുലുങ്ങുകയല്ലേ. കുലുങ്ങിയപ്പം വീടൊന്ന് കുലുങ്ങി, പലതും കുലുങ്ങി, അങ്ങയുടെ മനസ്സും കുലുങ്ങി. ഭാഗ്യത്തിന് എനിക്കും നല്ല കുലുക്കമുണ്ട്. അത് മതി. തൽക്കാലം ഉള്ളത് കൊണ്ട് ഓണം. ഞാൻ ദേവസുന്ദരിയല്ല, നീയാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവളം. എന്തായാലും അദ്ദേഹത്തിന് നിൻ്റെ അടുത്തേക്ക് ഒരു രീതിയിലും പറ്റില്ലല്ലോ. അതുകൊണ്ട് പുള്ളി ഒരു വശത്ത് ജീവിച്ചു പോട്ടെ. അതേപോലെ തന്നെ ഭർത്താവിനെ കുറ്റം പറയാതെ ഒരു ദിവസമെങ്കിലും ഞാൻ റിലാക്സായിട്ട് ജീവിക്കട്ടെ. എൻ്റെ പൊന്നുമോളെ, നീ ഇതാരോടും പറഞ്ഞ് കുടുംബം നശിപ്പിക്കാൻ നടക്കരുതേ. അത് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയുള്ളൂ. ബാക്കി ഒരു കാര്യത്തിലും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നും എനിക്ക് അഭിപ്രായമില്ല. എൻ്റെ പൊന്നു ചേച്ചിയുടെ കൊടുത്ത കഞ്ഞിവെള്ളത്തിൽ പാറ്റയിടാൻ ഇവിടെ ആരും വരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു, അതൊക്കെ നിൻ്റെ തെറ്റിദ്ധാരണയാണ് മോളെ. ഇത്തിരി പ്രായമുള്ളവരെ കാണുമ്പോഴേക്കും ചെറുപ്പക്കാരികൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പാലട പ്രഥമനാണ് എന്നുള്ളത് നിനക്ക് അറിയുകയില്ല. നിൻ്റെ ഭർത്താവിനോടെങ്കിലും ട്രാൻസ്ഫർ കിട്ടി പോവുകയാണെങ്കിൽ അപ്പോൾ നീ പഠിച്ചോളും. അത് എനിക്ക് പറയാനുള്ളൂ, വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറഞ്ഞു. ആരുടെ സ്വഭാവം എപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റില്ലോ ചേച്ചി. ശരി, ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അമ്മാശനോട് നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത്. പക്ഷേ പതുക്കെയില്ലേ എൻ്റെ മനസ്സ് മാറി വന്നു. എനിക്ക് അസൂയായി. കാര്യം ഇവർ തമ്മിലുള്ള ബന്ധം അത് മുറിച്ചേ പറ്റൂ. എനിക്ക് പുറത്തില്ല, ഉറക്കമില്ല. അമ്മായിച്ചനോട് ഞാൻ എങ്ങനെ സംസാരിക്കുന്നത്? അത് മാത്രമല്ല, ഇത് മുറിഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി ഞാൻ തമ്മിൽ തെറ്റും. അതും പാടില്ല. ഒരു ദിവസം അച്ഛനും ഞാനും മാത്രമേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് കലി അങ്ങ് കയറി അച്ഛൻ്റെ അടുത്ത് ചെന്നിരുന്നു. എന്താ മോളെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇതിനി പറ്റില്ല. എന്ത് പറ്റില്ലെന്ന്? അവളുമായിട്ടുള്ള ഒരു ബന്ധവും ഇനി പറ്റില്ല. ഏതവളുമായിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞു. പറ്റില്ല. അത് നിനക്കെന്താ മോളെ, നിനക്ക് ശല്യമില്ലല്ലോ. ശല്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിന് നടക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. എന്താ മോളെ, നിനക്കെന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ചേച്ചി പറഞ്ഞ പല കാര്യങ്ങളുമില്ലേ
ഇഷ്ടമില്ല. ചേച്ചി പറഞ്ഞതെല്ലാം അച്ഛൻ അനുസരിക്കില്ലേ? അത് പിന്നെ വേണ്ടേ? എനിക്ക് അതൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ ഭർത്താവിന് അങ്ങനെയുള്ള ക്വാളിറ്റീസൊക്കെ കുറവാണ്. അതിനിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും മോളെ? നിൻ്റെ ഭർത്താവ് വേറൊരാളല്ലേ? എൻ്റെ മകനാണെങ്കിലും അവന് വേറൊരു വ്യക്തിത്വമല്ലേ? എന്നാലും വച്ചാ ചേച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇത്തരം ഫാൻറ്റസി എനിക്കൊത്തിരി ഇഷ്ടമായി. എൻ്റെ ഭർത്താവിനെ അങ്ങനെ നോക്കിയെടുക്കാൻ എനിക്ക് പറ്റില്ല. നീ പറഞ്ഞു വരുന്നത് എന്താണ്? അവിടുത്തെ പുറത്ത് നിർത്തുക, ഇവിടെ തുടങ്ങുക എന്ന് പറഞ്ഞു. മോളെ അത് ശരിയാകില്ല, ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ട്. അവൾ അന്യൊരു പെണ്ണാണ്. ഞാൻ പറഞ്ഞു, അന്യൊരു പെണ്ണിനോട്, അതും ഇത്തിരി പ്രായം കൂടിയൊരു പെണ്ണിനോട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറുപ്പക്കാരിയായ എന്നോട് എന്തുകൊണ്ടില്ല? നിങ്ങൾ ഇതെല്ലാം എന്നെ വെച്ചാണ് തുടങ്ങിയതാണല്ലോ ചേച്ചി പറഞ്ഞത്. അത് ശരിയാ മോളെ, എന്നാലും ഇത് പ്രായോഗികമല്ലല്ലോ. അതുകൊണ്ട് അവളാകും ബെറ്റർ. പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നിക്കാണും ഇതൊരവസരമാണെന്നും. അങ്ങനെയാണ് ആദ്യത്തെ അവലോകനങ്ങളിലേക്ക് ഞങ്ങൾ പോയത്. ചേച്ചി എന്നോട് പറഞ്ഞത് 2 കാര്യങ്ങളാണ്. ഒന്ന്, ആലില മഞ്ചലിൽ കയറിയിരുന്ന് ആറാടുമ്പോൾ ആടുന്നു കണ്ണായിരം എന്നുള്ള ഫീലിങ്സ് എപ്പോഴും ഉണ്ടാകണം. അത് നമ്പർ 1. രണ്ടാമത്തേത്, ശക്തിയെ ആജ്ഞാപിക്കുക. പോയി പറമ്പിൽ കുഴി കുത്തടാ എന്ന് പറഞ്ഞാൽ കുഴി കുത്തിയിരിക്കണം. തേങ്ങ പൊതിക്കടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ പൊതിക്കണം, പൊതിച്ചിരിക്കണം. ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അങ്ങനെ പറയണം. എങ്കിൽ മാത്രമേ നമ്മളുടേതായ ഒരു രീതിക്ക് രൂപപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. നിൻ്റെ അമ്മായച്ചൻ അങ്ങനെ ഭാഗമായിരിക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിൽ തന്നെ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഞാനും അത് പ്രയോഗിച്ചു. അത്ഭുതാവഹമായ മാറ്റങ്ങൾ എനിക്കും ഉണ്ടായി. ഒരു പ്രശ്നവുമില്ല. പക്ഷേ ആദ്യത്തെ എല്ലാ കാര്യങ്ങളിലും ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നു കഴിഞ്ഞപ്പോൾ അമ്മായച്ചനോട് പറഞ്ഞു, ഒരിക്കലും നീ നിർത്തണമെന്ന് പറയരുത്. കാര്യം അവിടെ കലയും ഞാനും തമ്മിലുള്ള കണക്ഷൻ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. അവൾ നിനക്കും എതിരെ നിൽക്കും. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്. 2 സ്ത്രീകൾ തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് അറിയാമല്ലോ. അതുകൊണ്ട് അവിടെയും ഇവിടെയും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകുന്നല്ലേ മോളെ നല്ലത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എങ്കിൽ പിന്നെ അങ്ങനെ കോംപ്രമൈസ് ചെയ്യാം മാഡം. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഡബിൾ റോളാണ്. ഭർത്താവ് വരുമ്പോഴില്ലേ ഞാൻ നല്ല അനുസരണയുള്ള ഭാര്യയായി ഭവ്യത നടിക്കും. അമ്മാച്ചൻ വരുന്ന സമയത്ത് എൻ്റെ ഭാവങ്ങൾ എല്ലാം മാറും. ഞാൻ ആജ്ഞാപിക്കും. ആ സമയങ്ങളിലും നിത്യജീവിതത്തിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അമ്മാച്ചൻ അനുസരിക്കുന്നുണ്ട്. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഉന്മാദാവസ്ഥ വന്നതുപോലെ എനിക്ക് തോന്നുന്നു. എൻ്റെ സ്വഭാവം ആകെ മാറിപ്പോയി. എൻ്റെ ഭർത്താവിനോടുള്ള ആറ്റിറ്റ്യൂഡും ഞാൻ മാറ്റി തുടങ്ങി. മാറ്റണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഭരിക്കാനൊക്കെ ചെന്നു. പക്ഷേ അവിടെ ഒന്നും വിലപ്പോയില്ല. അതുമൂലം ഞാനും ഭർത്താവും തമ്മിൽ സംഘർഷങ്ങൾ ഒരു വശത്ത് നടക്കുന്നു. ഈ വിവാഹ ജീവിതം വേണ്ടാന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത് മാഡം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലിപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. ഭർത്താവിനോട് ഭർത്താവിൻ്റെ രീതിയിൽ തന്നെയാണ് പെരുമാറേണ്ടത്. അത് നിങ്ങൾ ഒരു പരിധിവരെ 2 അറ്റവും മാനേജ് ചെയ്തുകൊണ്ട് പോയി. പക്ഷെ പെട്ടെന്ന് ഭർത്താവിനോടുള്ള സ്വഭാവം ആറ്റിറ്റ്യൂഡും ഒക്കെ മാറ്റാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരിക്കലും എതിരെ നിൽക്കുന്ന ആൾ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ലോകത്തിലുള്ള മുഴുവൻ ഭർത്താക്കന്മാരും ഭാര്യമാരെ അടിമയാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ഭാര്യമാരെ അടിമയാക്കി വെക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉള്ളവരല്ല. ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകുന്ന ബന്ധങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ ഫാൻറ്റസി മനുഷ്യർക്ക് ആവശ്യമാണ്. ചിലപ്പോൾ അങ്ങനെ കാണുമായിരിക്കും, അല്ലെങ്കിൽ കാണുന്നവരുണ്ടാകാം. അതൊക്കെ എന്ന് പറയുമ്പോഴേക്കും അവരുടെ ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക തലത്തിൽ രഹസ്യമായി കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ്. അതെല്ലാം എടുത്ത് ജീവിതത്തിൽ എല്ലാ കാലത്തും പ്രയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതെല്ലായിടത്തും പ്രായോഗികമാകണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അമ്മായിച്ചനും നിങ്ങളും തമ്മിലുള്ള സോണിൽ വിഹരിക്കപ്പെടുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും ഇവിടെ കൊണ്ടുവന്ന് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റില്ല. ഇവിടെ ഭർത്താവിൻ്റെ ഇഷ്ടം, നിങ്ങൾക്കും ഭർത്താവിനും തമ്മിലൊരു കോർഡിനേഷൻ ഇവിടെ വേറെ. ഇപ്പം നമ്മളെ വീട്ടിലിരിക്കുമ്പോൾ വീട്ടമ്മയാണ്, സ്കൂളിൽ പോകുമ്പോൾ ടീച്ചറാണ്. ടീച്ചറായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ സമയത്തും നമുക്ക് ഓരോ റോളാണ്. ആ റോള് ഭംഗിയായി ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യൻ്റെ കടമ. അല്ലായിടത്തും എല്ലായിടത്തും പോയിട്ട് എല്ലാവരെയും ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ ഒരിക്കലും ഒന്നും നടക്കില്ല. ദാമ്പത്യ ജീവിതം തകരാറാകും. നല്ല സന്തോഷകരമായ എല്ലാ അവസരങ്ങളും നഷ്ടപ്പെടുകയും ചെയ്യും. ബുദ്ധിപൂർവ്വം നിങ്ങൾ നല്ല കുട്ടിയായി ജീവിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. നിങ്ങൾക്ക് ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് സംസാരിക്കുക. ഇത്തരം അനാവശ്യ ചിന്തകളുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം വിജയിക്കണം എന്നില്ല. ആ കൂടി കുളമാകുകയും ചെയ്യും. ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കുളം മൊത്തം കലക്കേണ്ട കാര്യമില്ല കേട്ടോ.